പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. സ്മാർട്ട് ഫോണുകൾ, പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് ഫോണുകൾ വല്ലാത്തൊരു സ്വാധീനം നമ്മൾ ചെലുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ഒട്ടുമിക്ക വീട്ടിലും ഒന്നിലധികം സ്മാർട്ട് ഫോണുകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. അച്ഛനും അമ്മയ്ക്കും സഹോദരനും എല്ലാം തന്നെ ഇന്ന് സ്മാർട്ട് ഫോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ കൂടുതലായിട്ടും ഫോണുകൾക്ക് അടിമപ്പെടുന്നു. നമ്മുടെ കുട്ടിക്കാലത്തെല്ലാം നമ്മൾ പാടത്തും പറമ്പിലും ചാടി കിടന്നും തോടുകളിൽ ചൂണ്ടിയിട്ടുമെല്ലാമാണ് നടന്നിരുന്നതെങ്കിൽ ഇന്നത്തെ കുട്ടികൾ മൊബൈലിൽ ഗെയിമുകൾ കളിച്ചാണ് അവരുടെ കുട്ടിക്കാലം തള്ളി നീക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ മൊബൈൽ ഫോണിന് കാര്യമായിട്ട് അടിമപ്പെടുന്നു എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാരൻ്റൽ കൺട്രോൾ ആപ്ലിക്കേഷനാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്ന ഓർപാക്റ്റ്. ഇത് തികച്ചും ഫ്രീ ആയി ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വലിയ കുഴപ്പിക്കുന്ന സെറ്റിങ്സുകൾ ഒന്നും തന്നെ ഈ ആപ്ലിക്കേഷനില്ല. നിങ്ങളുടെ കുട്ടി കൂടുതലായിട്ട് മൊബൈലിന് അടിമപ്പെടുന്നു എന്ന് തോന്നുമെങ്കിൽ അവൻ്റെ മൊബൈൽ ഉപയോഗം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയത്ത് മാത്രം കുട്ടിക്ക് മൊബൈലിലുള്ള ആപ്ലിക്കേഷനുകൾ, അവ ഗെയിമുകളായാലും ഫേസ്ബുക്ക് ആയാലും വാട്സാപ്പ് ആയാലും ഇനി എന്ത് തന്നെ ആയാലും അതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രം സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അതായത് നിങ്ങൾ രാവിലെ ഇന്നൊരു സമയത്ത് മാത്രം കുട്ടിക്ക് ഇതെല്ലാം അനുവദിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് ഒരു നിശ്ചിത സമയത്ത് മാത്രം കുട്ടിക്ക് ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കണം എന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ കുട്ടിക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് എപ്പോഴത്തേക്കും ആയിട്ട് ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. വളരെ നിസ്സാരമായ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കുട്ടി കൂടുതലായിട്ട് മൊബൈലിന് അടിമപ്പെടുന്നത് തടയാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൊബൈലിലെ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചോ app.allpack.com എന്ന സൈറ്റ് അഡ്രസ്സ് ഓപ്പൺ ആക്കുക. തുടർന്ന് സൈനപ്പ് എന്നത് ക്ലിക്ക് ചെയ്ത് വരുന്ന ഫോമിൽ ആവശ്യമായ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് എന്നിവയെല്ലാം നൽകി ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. തുടർന്ന് ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അതേ ഇമെയിൽ അഡ്രസ്സും അതേ പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിലും ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എൻ്റർ യുവർ ചൈൽഡ് നെയിം എന്നതിൽ ഒരു പേര് നൽകാൻ പറയും. ഇവിടെ നിങ്ങൾ നൽകുന്ന പേര് അനുസരിച്ചായിരിക്കും ഓരോ ഡിവൈസും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഒരു പേര് കൊടുക്കാം. ഉദാഹരണം ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്. തുടർന്ന് ടേൺ ഓൺ യൂസേജ് ആക്സസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഓർപാക്റ്റ് ജൂനിയർ എന്നതിൽ ഓഫ് എന്നാണ് കിടക്കുന്നത്. അത് സെലക്ട് ചെയ്ത് എനേബിൾ ആക്കി കൊടുക്കണം. നമ്മൾ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കണം. നേരത്തെ കാണിച്ച സെറ്റിങ്സ് പഴയ മൊബൈലുകളിൽ ചിലപ്പോൾ കാണുകയില്ല. പുതിയ മൊബൈലുകളിൽ മാത്രമേ അത്തരമൊരു സെറ്റിങ്സ് കാണുകയുള്ളൂ. ഇവിടെ നമുക്ക് മാനേജ് ദിസ് ഡിവൈസ് എന്നത് സെലക്ട് ചെയ്തിട്ട് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ ആക്ടിവേഷൻ ആക്കി കൊടുക്കാം. ഈ സെറ്റിങ്സ് പഴയ മൊബൈലുകളിലും പുതിയ മൊബൈലുകളിലും ഉണ്ടാവും. നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. അടുത്തായിട്ട് ഇവിടെ എനേബിൾ ബ്ലോക്ക് സെറ്റിങ്സ് എന്നതിൽ ഈ കാണുന്ന സെറ്റിങ്സ് എനേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇത് ഡിസേബിൾ ചെയ്യരുത്. ഇതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ആക്കി അതിൻ്റെ സെറ്റിങ്സിൽ മാറ്റം വരുത്താതിരിക്കുന്നതിനാണ്. കാരണം സെറ്റിങ്സ് എടുത്ത് അവർക്ക് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനാണ് ഇങ്ങനെ എനേബിൾ ബ്ലോക്ക് സെറ്റിങ്സ് എന്നത് എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത്. തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈലിന് നൽകിയ പേര് ഈ കാണുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് app.allpack.com എന്ന സൈറ്റ് എടുത്ത് ലോഗിൻ ചെയ്ത് നോക്കിയാൽ നമ്മൾ അതിൽ ഉണ്ടാക്കിയ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് ഏതെല്ലാം മൊബൈലുകളിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്തോ അതെല്ലാം ഇതുപോലെ ഓരോ ഐക്കണുകളായി കാണാൻ സാധിക്കും. അതിൽ ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ആ ഡിവൈസിന് ഒരു പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന ഈ പെൻ സിമ്പിളിൽ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് വീണ്ടും അടുത്ത പെൻ സിമ്പിളിൽ പ്രസ് ചെയ്ത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെലക്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഫേസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തുടർന്ന് ഇവിടെ പേരും മറ്റ് വിവരങ്ങളും ആവശ്യമെങ്കിൽ എൻ്റർ ചെയ്യാം. ഇത് ഇവിടെ പ്രായം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എൻ്റർ ചെയ്ത് നൽകാം. തുടർന്ന് സേവ് കൊടുക്കുന്നു.
ഇവിടെ നമുക്ക് കൺട്രോൾ പാനലിൽ ഷെഡ്യൂള്, ഗ്രാൻഡ്, ബ്ലോക്ക് എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഗ്രാൻഡ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത യൂസർ പ്രൊഫൈൽ ഉപയോഗിക്കുന്ന മൊബൈലിൽ എത്ര സമയം ആപ്ലിക്കേഷനുകൾ അലോ ചെയ്യണം, അതിൻ്റെ യൂസർക്ക് എത്ര സമയം ഓരോ ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ അനുവദിക്കണം എന്ന് നമുക്കിവിടെ സമയം സെലക്ട് ചെയ്ത് അനുവദിക്കാം. ഇവിടെ 15 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ്, അങ്ങനെ ഒരു സമയം ആവശ്യമായത് നമുക്ക് സെലക്ട് ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയം വരെ അതിൻ്റെ യൂസർക്ക് എല്ലാ ആപ്ലിക്കേഷനുകളും ഓപ്പൺ ആക്കാനും ഉപയോഗിക്കാനും എല്ലാം സാധിക്കും. നോക്കുക, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുകയും അത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി ബ്ലോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം വരെയാണ് നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നും തീരുമാനിക്കാം. ഇവിടെ നമ്മൾ ബ്ലോക്ക് കൊടുത്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ സ്വല്പ നേരത്തിനുള്ളിൽ തന്നെ ആ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അതിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ബ്ലോക്ക് ആവും. നോക്കുക, ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ബ്ലോക്ക് ആയിരിക്കുന്നു. ഇനി നമ്മൾ സെറ്റ് ചെയ്തൊരു സമയത്തിന് ശേഷം മാത്രമേ ആ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഓപ്ഷൻ ഷെഡ്യൂൾ എന്നതാണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സമയം, ആ സമയത്തേക്ക് ആ മൊബൈൽ യൂസർക്ക് മൊബൈലിനുള്ളിലുള്ള ഒരു ആപ്ലിക്കേഷനും വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്ക് ഉദാഹരണം ഒന്ന് നോക്കാം. ഷെഡ്യൂൾ എന്ന ബട്ടൺ വൈറ്റായി കിടക്കുകയാണ്. ഇനി അടുത്തിവിടെ നമുക്കിവിടെ ഒരു ഷെഡ്യൂൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ നിലവിൽ ഒരു ഷെഡ്യൂൾ അവർ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്കിവിടെ പുതിയതായിട്ട് ഒരു ഷെഡ്യൂൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യാം. തുടർന്ന് ഷെഡ്യൂളിന് ഒരു നെയിം കൊടുക്കാം. ടെസ്റ്റ് രതീഷ് എന്ന മൊബൈലിലേക്കാണ് നമ്മളിപ്പോൾ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്യുന്നത്. തുടർന്ന് ഏത് സമയം വരെ ആണ് ബ്ലോക്ക് ആയിരിക്കേണ്ടതെന്ന് തീരുമാനിക്കാം. ഇപ്പോൾ ഇവിടെ സമയം 1:01 നമുക്ക് 1:02 തൊട്ട് ഇവിടെ AM PM ഉണ്ട്, അതിനനുസരിച്ച് സെലക്ട് ചെയ്യണം. തുടർന്ന് 1:03 വരെയും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ദിവസങ്ങൾ സെലക്ട് ചെയ്യാം, ഏതെല്ലാം ദിവസം വേണമെന്ന് അതുപോലെ സെലക്ട് ചെയ്ത് തീരുമാനിക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അത് അനുസരിച്ച് സെലക്ട് ചെയ്യാം. തുടർന്ന് സേവ് കൊടുക്കുക. നോക്കുക, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത് 1:02 തൊട്ട് 1:03 വരെയാണ്. ആ സമയമാകുമ്പോഴേക്കും നമുക്കിവിടെ ആപ്ലിക്കേഷൻ ബ്ലോക്ക് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി അത് ഫ്രീ ആവുന്ന എപ്പോഴാണ്? നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം 1:03 ആ സമയമാകുമ്പോൾ മാത്രമേ ബ്ലോക്ക് മാറുകയുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ബ്ലോക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ എത്ര ഷെഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കുട്ടികൾ ഏതെല്ലാം സമയം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കരുത്, അതായത് പഠിക്കുന്ന സമയമോ ചാവടിക്കുന്ന സമയത്ത് ചെയ്യരുത്, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു സമയത്തിനനുസരിച്ച് ഇതിൽ ഷെഡ്യൂൾ സെറ്റ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഐഫോൺ ഡിവൈസ്, അത് ആപ്പിളിൻ്റെ ഏതെങ്കിലും ഡിവൈസ് ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ആൻഡ്രോയിഡ് മൊബൈലിലെ ആപ്ലിക്കേഷനുകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം. ഐഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പ്രൊഫൈൽ എടുത്താൽ നമ്മൾ വെബ്സൈറ്റ് വഴി മൊബൈലിലെ ആപ്പുകളുടെ ഉപയോഗം നിയന്ത്രിച്ചതുപോലെ തന്നെ ഇതിലൂടെയും നിയന്ത്രിക്കാൻ കഴിയും. ആപ്ലിക്കേഷൻ്റെ മെനുവിൽ നിന്നും നമുക്ക് നിയന്ത്രിക്കേണ്ട മൊബൈൽ, അതിൻ്റെ യൂസർ ഐക്കൺ നോക്കി സെലക്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് എങ്ങനെ ഐഫോൺ ആപ്പ് വഴി നിയന്ത്രിക്കാമെന്ന് നോക്കാം. മുമ്പ് കാണിച്ചതുപോലെ തന്നെ ഷെഡ്യൂള്, ഗ്രാൻഡ്, ബ്ലോക്ക് എന്നിങ്ങനെയുള്ള ബട്ടണുകളിൽ നിന്നും ബ്ലോക്ക് എന്നത് സെലക്ട് ചെയ്ത് ടൈം സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച് ആപ്പുകൾ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ആവുന്നു. ബ്ലോക്ക്ഡ് അണ്ടിൽ എന്ന് പറഞ്ഞ സമയം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം വരെ നമുക്ക് നമ്മുടെ നിശ്ചിത ഡിവൈസിൽ ഇതുപോലെ ആപ്ലിക്കേഷനുകൾ ബ്ലോക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ ഷെഡ്യൂൾ ഉപയോഗിക്കാം. ഇവിടെ ഷെഡ്യൂൾ എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്യുക. തുടർന്ന് ഇവിടെ ഒരു ഷെഡ്യൂൾ നെയിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ ആഫ്റ്റർനൂൺ എന്ന് കൊടുക്കാം. തുടർന്ന് സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും സെറ്റ് ചെയ്യണം. നമുക്കൊരു ഏകദേശം 1:14 തൊട്ട് 1:20 വരെയും ബ്ലോക്ക് എന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ ഓരോ ദിവസം ഏതൊക്കെ ദിവസമാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. തുടർന്ന് സേവ് എന്ന് കൊടുക്കുക. നോക്കുക, ഇതുപോലെ നമുക്ക് താഴെയായിട്ട് ഷെഡ്യൂൾ എനേബിളായി കാണുന്നത് ശ്രദ്ധിക്കുക. ആ ഒരു സമയമാകുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷനുകൾ ബ്ലോക്ക് ആവും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതായത് 1:14 തൊട്ട് 1:20 വരെയാണ് നമ്മൾ ആപ്ലിക്കേഷനുകളുടെ ഉപയോഗം നിയന്ത്രിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഡിവൈസുകളിലെല്ലാം തന്നെ സമയം കറക്റ്റ് ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ബ്ലോക്കിലും അതിനനുസരിച്ച് സമയത്തിൽ മാറ്റം ഉണ്ടാവും.
നോക്കുക, കൃത്യസമയമായപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ബ്ലോക്ക് ആയിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ മാതാപിതാക്കൾ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ മൊബൈലുമായി പരിധിക്കപ്പുറം ബന്ധങ്ങളിലേർപ്പെട്ട് അവരുടെ പഠിപ്പിൽ ഉത്സാഹം കുറയുന്നു എങ്കിൽ ഔർപാക്ട് എന്ന ഈ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവുകൾ മലയാളം വീഡിയോകളായി മനസ്സിലാക്കാനും അവ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കാനും ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം കാണുന്ന ഫോളോ എന്നതിൽ പ്രസ് ചെയ്ത് സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് വലതുവശത്ത് കാണുന്ന 3 ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എന്നത് സെലക്ട് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാം നീല ഐക്കണൽ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുകൂടി ഉറപ്പാക്കുക. തുടർന്ന് എന്നും പുതിയ പോസ്റ്റുകൾ ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെത്തും.